വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ജനങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ജനങ്ങളെക്കാൾ പ്രധാനം ഭരണാധികാരികളെ കൂടി അറിയിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ധവളപത്രം നമ്മളോട് പറഞ്ഞു. പണമില്ല. ആ സമയത്താണ് കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നാഥനില്ലാതെ കിടക്കുന്ന നൂറുകണക്കിന് ആസ്തികളുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ തുരുമ്പെടുത്ത് കിടക്കുന്ന ആട്ടോകളും ജീപ്പുകളും കാറുകളും എല്ലാം കണ്ടം ചെയ്ത് ഓപ്ഷൻ ചെയ്യാൻ രമേശ് ചെന്നിത്തല നടപടിയെടുത്തു. വളരെ സന്തോഷം. അതുപോലെ KM ഷാജി അവർക്ക് മന്ത്രിക്ക് വളരെ അടിയന്തരമായ ശ്രദ്ധയിൽ വരേണ്ട ഒരു അസറ്റ് ഓഡിറ്റ് എല്ലാ പഞ്ചായത്തിലും നടത്തണം. അസറ്റ് ഓഡിറ്റ് നടത്തിയാൽ പ്രത്യേകിച്ച് ഈ പ്ലാൻ പദ്ധതികളിൽ ഉണ്ടാക്കി, അസറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസ് അതല്ല, ഈ പ്ലാൻ പ്രൊജക്റ്റുകൾ പ്രത്യേകിച്ച് ജനകീയാസൂത്രണത്തിലൊക്കെ വന്നതിന് ശേഷം പ്ലാൻ പ്രൊജക്റ്റുകളിൽ വന്നിട്ടുള്ള അസറ്റുകളെ സംബന്ധിച്ചുള്ള ഒരു ഓഡിറ്റ് വളരെ കൃത്യമായി നടത്തണം. അത് ഒരു വർഷത്തെ പോരാ, നാളിതുവരെയുള്ള ഓഡിറ്റ് നടത്തുക തന്നെ വേണം. എന്തെല്ലാം ഇൻഫ്രാസ്ട്രക്ചറാണ് ഓരോ പഞ്ചായത്തിലും പ്ലാനിൻ്റെ ഭാഗമായി വാങ്ങിച്ചത്, ഏത് വർഷം വാങ്ങിച്ചു, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്. ഒരു വളരെ സിമ്പിളായ ഒരു സോഫ്റ്റ്വെയറിലൂടെ, ഒരു മൊബൈൽ ആപ്പിലൂടെ അല്ലെങ്കിൽ ഒരു ഫോറത്തിലൂടെ സ്വീകരിക്കാവുന്ന, കളക്ട് ചെയ്യാവുന്ന രേഖകളാണ്. പഞ്ചായത്തിലും ഇതിനെ സംബന്ധിച്ച് രേഖകളുണ്ട്. എന്താണ് ഉണ്ടാക്കിയ ആസ്തി, അതിനകത്ത് അതിൻ്റെ എത്ര രൂപ ചിലവായി, ഏത് വർഷമാണ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, വിത്ത് ഫോട്ടോയും. ഈ ഫോട്ടോ വയ്ക്കാൻ പറയുന്ന കാരണം, ഞാൻ ഇതിനകത്തൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. 2 ഫോട്ടോ ഇതിനകത്ത് ഇടുന്നുണ്ട് ഈ വീഡിയോയിൽ. ഒരു സിമൻറ്റ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന സിമൻറ്റ് കട്ട ഉണ്ടാക്കുന്ന ഒരു നിർമ്മാണ യൂണിറ്റാണ് ഒരു പഞ്ചായത്തിലെ. ഉണ്ടാക്കിയപ്പോഴുള്ള മനോഹാരിത, ഇപ്പോഴത്തെ അവസ്ഥ ആരും ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ നൂറുകണക്കിന് ആസ്തികൾ ഓരോ പഞ്ചായത്തിലും നാഥനില്ല പ്രേതാലയം പോലെ കിടപ്പുണ്ട്. ജനകീയാസൂത്രണത്തിലൂടെ ലഭിച്ച ഒരു പദ്ധതി സ്വാതന്ത്ര്യമുണ്ട്, പണത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് അശാസ്ത്രീയവും എന്നാൽ ചിലതൊക്കെ ചട്ടവിരുദ്ധവുമായി പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ പല പദ്ധതികളും പിന്നെ തുറക്കാൻ പറ്റില്ല, പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ്. തട്ടിക്കൂട്ട് സംഘങ്ങൾ, തട്ടിക്കൂട്ട് ഗ്രൂപ്പുകൾ കാർഷികോപകരണങ്ങൾ വാങ്ങിയ വകയിൽ, ഞാനീ പറഞ്ഞ സിമൻറ്റ് ബ്ലോക്ക് ഉണ്ടാക്കിയ വകയുടെ യൂണിറ്റ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകളുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളാണ്. നന്നായി നടന്നോട്ടെ, അതിനൊന്നും ശല്യം ചെയ്യണ്ട. ഇല്ലാത്തതിൻ്റെ ആസ്തികളുള്ള ഇതിൻ്റെ കണക്കെടുപ്പ് കൃത്യമായി നടക്കണം. കോടിക്കണക്കിന് രൂപയുടെ തെറ്റായ ആസ്തികളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ കണക്കെടുപ്പ് ഒരു തരത്തിലും നടക്കാത്തതുകൊണ്ട് ഒരിടത്തും ഇതിൻ്റെ കണക്ക് ലഭ്യവുമല്ല. ഗ്രാമപഞ്ചായത്തുകളിൽ സെക്രട്ടറിമാർ മാറായിരുന്നവർ അത് കഴിഞ്ഞ് പെർഫോമൻസ് ഓഡിറ്റ് യൂണിറ്റിലേക്കും വകുപ്പ് സമീപനത്തിലൂടെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരായി എത്തിയതോടെ ഇപ്രകാരമുള്ള ധനവൃദ്ധിയ വിഷയങ്ങൾ മറച്ചുവെക്കുന്നതും നിഷ്ക്രിയ ആസ്തികളെ മൂടിവെക്കുന്നതുമുള്ളതും സഹായകരമായിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. ഒരു പദ്ധതിയുടെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ലിങ്കേജുകളെക്കുറിച്ചുള്ള ആവശ്യമായ ഹോംവർക്ക് ചെയ്യാതെ ഉപരിപ്ലവമായും സ്വാധീനത്തിലും രാഷ്ട്രീയ താല്പര്യത്തിലും മറ്റ് താല്പര്യങ്ങളാലും ധാരാളം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. വലിയ തുകയാണ് ഇങ്ങനെ യന്ത്രസാമഗ്രികൾ വാങ്ങി കൂട്ടിയിരിക്കുന്നത്. ഇത് തുരുമ്പെടുത്തും നശിച്ചും പ്രേതാലയം പോലെ കിടക്കുകയാണ്. ഇവയൊക്കെ തുരുമ്പുകൾ, ഈ യന്ത്രസാമഗ്രികൾ സ്ഥാപിക്കുന്നതിനുള്ള കെട്ടിടങ്ങളും കാമ്പൗണ്ടും കാട് കയറി നശിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി സിമൻറ്റ് ഹോളോ ബ്രിക്ക്, ഞാൻ ഉദാഹരണം ചൂണ്ടിച്ചതിന് ഇതാണ്, തയ്യാറാക്കുന്ന യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിന് വാങ്ങിക്കൂട്ടിയ യന്ത്രസാമഗ്രികളാണ് ഇവയിൽ കൂടുതലും. കെട്ടിടങ്ങളിൽ സ്ഥാപിച്ചവയും അല്ലാതെ തുറന്ന സ്ഥലങ്ങൾ കിടക്കുന്നവയും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി സിമൻറ്റ് കട്ട നിർമ്മാണ യൂണിറ്റുകൾ നടപ്പാക്കാം എന്ന ധാരണയിൽ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പ്രകാരം ധാരാളം വാങ്ങിക്കൂട്ടിയത് ഇങ്ങനെ സിമൻറ്റ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന യൂണിറ്റുകളാണ് കേരളത്തിൽ പല പഞ്ചായത്തുകളിലും തുടങ്ങിയത്. വളരെ രസകരമാണ്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സാധനങ്ങൾ യഥാർത്ഥ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈടാക്കി മാത്രമേ നൽകാൻ കഴിയൂ എന്ന വ്യവസ്ഥ പിന്നീടാണ് അവർ മനസ്സിലാക്കിയത്. അതോടെ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഇങ്ങനെ നൽകിയാൽ മാർക്കറ്റ് വിലയേക്കാൾ കുറച്ച് നൽകാൻ കഴിയുമായിരുന്നു എന്ന യാഥാർത്ഥ്യവും അവർ മറന്നു. ഇതൊക്കെ വളരെ സത്യസന്ധമായി നടന്ന കാര്യങ്ങളാണ്.
ഗ്രാമപഞ്ചായത്തുകൾക്ക് സ്വന്തം നിലയ്ക്കും ഗ്രാമപഞ്ചായത്തുകൾക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇപ്രകാരം യന്ത്രസാമഗ്രികൾ ധാരാളമായി വാങ്ങിക്കൂട്ടി. ഗ്രാമപഞ്ചായത്തുകൾക്ക് ആവശ്യമില്ല എന്നറിഞ്ഞിട്ടും ഗ്രാമപഞ്ചായത്ത് വക സ്ഥലങ്ങളിൽ കൊണ്ടെത്തിച്ച് തലയൂരിയ ബ്ലോക്ക് പഞ്ചായത്തുകളും നിരവധിയുണ്ട് കേരളത്തിൽ. കെട്ടിടം നിർമ്മിച്ച് യന്ത്രസാമഗ്രികളെല്ലാം സ്ഥാപിച്ച് 3 ഫേസ് വൈദ്യുതി കണക്ഷൻ എടുത്ത ശേഷം ഒരു ദിവസം പോലും പ്രവർത്തിക്കാതെ കാട് കയറിപ്പോയ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇതുപോലെ ഭൂപ്രകൃതി മണ്ണിൻ്റെ ഘടനയും ഒന്നും മനസ്സിലാക്കാതെ ആവശ്യത്തിന് കാർഷിക യന്ത്രങ്ങൾ വാങ്ങിയ ശേഷം അവ ഏതെങ്കിലും തട്ടിക്കൂട്ട് കാർഷിക സംഘടനകൾക്ക് നൽകി കൈകഴുകിയ ബ്ലോക്ക് പഞ്ചായത്തുകളും നിരവധിയാണ്. ധാരാളം ട്രാക്ടറുകൾ ട്രില്ലറുകളൊക്കെയാണ് പല സ്ഥലത്തും കൂട്ടിയിട്ടിരിക്കുന്നത്. എവിടെയാണെന്ന് കൃത്യമായി അറിയുക പോലുമില്ല. അതുപോലെ തന്നെ ഇന്നവേറ്റീവ് പ്രോജക്റ്റുകൾ എന്ന പേരിൽ തട്ടിക്കൂട്ടിയ സ്വപ്നപദ്ധതികൾ ചെലവഴിച്ച ലക്ഷങ്ങളും അവയ്ക്കായി വാങ്ങിക്കൂട്ടിയ വാഹനങ്ങളും യന്ത്രസാമഗ്രികളും കെട്ടിടങ്ങളും യാതൊരു ഉപയോഗമില്ലാതെ പല പഞ്ചായത്തുകളിലും വേസ്റ്റായി കിടപ്പുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക, അല്ലെ നമ്മൾ കുറ്റപ്പെടുത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തെല്ലാം കുറ്റവും കുറവ് കണ്ടുപിടിക്കാനല്ല. അത് ആസ്തികളാണ്, കോടിക്കണക്കിന് രൂപയാണ് ചിലവാക്കിയത്, വലിയ മനുഷ്യാധ്വാനമാണ്. അത് പ്രയോജനപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ഒരു കണക്കെടുത്താലേ പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. കഴിഞ്ഞ 10 വർഷക്കാലം ഇത്തരം നടപ്പിൽ സൃഷ്ടിക്കപ്പെടുന്ന നിഷ്ക്രിയ ആസ്തികളെക്കുറിച്ച് സമഗ്ര ഓഡിറ്റ് നടത്തി. 10 വർഷം പോരാ, ഒരു ജനകീയ ആസൂത്രണം തുടങ്ങിയതിന് ശേഷം പഞ്ചായത്തുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരം ആസ്തികളെ സംബന്ധിക്കുന്ന ഒരു സ്റ്റോക്ക് ടേക്കിംഗ്, ഒരു കണക്കെടുപ്പ് അടിയന്തരമായി നടത്തി അതിൽ റിനോവേറ്റ് ചെയ്യാൻ കഴിയുന്നവ, കളയാൻ കഴിയുന്നവ, സമ്പൂർണ്ണം ഉപേക്ഷിക്കേണ്ടവ ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു കണക്കെടുത്താൽ സർക്കാരിന് കോടിക്കണക്കിന് രൂപ കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇത് പഞ്ചായത്ത് മന്ത്രി അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കേരളത്തിലെ ജനകീയ ആസൂത്രണം നടന്ന ശേഷം ഉണ്ടാക്കിയ ആസ്തികൾ എന്താണ് സ്ഥിതി? ഇനി പല പഞ്ചായത്തുകളിലും പഞ്ചായത്തിൻ്റെ പേരിലെന്ന് പറഞ്ഞ് സൊസൈറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു സംഘടനകൾ. അതൊന്നും ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പേരിലില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതും ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. പല കുഞ്ഞു കുഞ്ഞു സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബയലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ കാണും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അത് എഴുതി മാറ്റിയെടുത്ത് അങ്ങനെ നടക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പരാതികൾ. ഇത് കിട്ടുന്ന പരാതികളുടെയും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയും കുറേ പഞ്ചായത്തുകളിൽ പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതും കൃത്യമായൊരു സ്റ്റോക്ക് ടേക്കിംഗ് പ്ലാനിംഗ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളുടെയും ആസ്തികളുടെയും ഒരു കണക്കെടുക്കുകയും അതിൽ പ്രവർത്തിക്കാത്തത്, പ്രവർത്തിക്കുന്നത്, ഉപേക്ഷിക്കേണ്ടത്, ഉപേക്ഷിക്കാൻ കഴിയാത്തത്, പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്നത്, ഇവയെ സംബന്ധിക്കുന്നൊരു നല്ല സ്റ്റോക്ക് ടേക്കിംഗ് എടുത്താൽ കോടിക്കണക്കിന് രൂപയായിരിക്കും പഞ്ചായത്തിന്. അത് പഞ്ചായത്തിന് തന്നെ ഓപ്ഷൻ ചെയ്തിട്ട് പഞ്ചായത്തിന് തന്നെ ആ ഫണ്ട് എടുക്കാം എന്നുള്ള പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ കെട്ടിടങ്ങളാണെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എന്ന് പറഞ്ഞാൽ, ഉപകരണങ്ങളാണെങ്കിൽ കൃഷി വകുപ്പിന് കൊടുക്കുകയോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ അങ്ങനെ റിക്കവർ ചെയ്യാൻ കഴിയും.